Welcome to BSc Complementary Electronics for BSc Physics Main students. Semester 4. This is the 26th lecture, Logical Families continuation. And today we discuss the ECL circuit, ECL family, ECL circuit. Fourth logical family circuit, ECL. The first one we have seen RTL, then DTL, after the TTL, now we see ECL circuit. And this is the 26th lecture, logical families. And this is circuit diagram of ECL circuit. ഇവിടെ നമുക്ക് ഒരു 4-5 ട്രാൻസിസ്റ്റർ ഉണ്ട്. ട്രാൻസിസ്റ്ററിന് കൂടുതലാണ്, അതൊരു അതിൻ്റെ ഡിഫക്റ്റാണ്. 5 ട്രാൻസിസ്റ്റർ ഉണ്ട്. ഇൻപുട്ട് എയും ബിയും നമ്മൾ ആദ്യത്തെ 2 ട്രാൻസിസ്റ്ററിൽ കൊടുക്കുക. ഇൻപുട്ട് എയും ബിയും ആ Q1 Q2ൻ്റെ ബേസിൽ കൊടുക്കും. ഔട്ട്പുട്ട് നമുക്ക് Q4 Q5 എടുക്കുന്ന ഔട്ട്പുട്ട്. പിന്നെ വേറൊരു ട്രാൻസിസ്റ്റർ Q3 ഇടയ്ക്കുണ്ട്, കണക്ഷനിൽ കാണുന്ന പോലെയാണ്. അപ്പോൾ ഈ സർക്യൂട്ട് നോക്കി അങ്ങ് വരയ്ക്കുക. നമുക്കൊരു വോൾട്ടേജ് സപ്ലൈ ഒക്കെ ഉണ്ട് ഇടയ്ക്ക്, ഒരു RVS, ഒരു വോൾട്ടേജ് സപ്ലൈ ആണ്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് 2 ഔട്ട്പുട്ടാണ്. സാധാരണ ഇത് ഗേറ്റ് ആണല്ലോ, ഗേറ്റ് സർക്യൂട്ടാണ്. എല്ലാ ലോജിക് ഫാമിലി ഗേറ്റ് സർക്യൂട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നോർ സർക്യൂട്ട്, നാൻ സർക്യൂട്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതൊരു ഗേറ്റ് സർക്യൂട്ടാണ്. ECL നോർ ഓപ്പറേഷൻ ഉണ്ട്, ഓർ ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഈ Q4 ട്രാൻസിസ്റ്റർ എന്നുള്ള ഔട്ട്പുട്ട് ഓർ ഓപ്പറേഷനാണ്. ഇനി Q5 ട്രാൻസിസ്റ്റർ എന്ന ഔട്ട്പുട്ട് നോർ ഓപ്പറേഷനാണ്. ഇൻപുട്ട് എയും ബിയും ഔട്ട്പുട്ട് Y ആണ് ഇവിടെ. അങ്ങനെ ഓറിലോ നോറിലോ പ്രവർത്തിക്കുന്ന ഒരു സർക്യൂട്ടാണ് ECL സർക്യൂട്ട്. നോക്കി മനസ്സിലാക്കി വരച്ച് പഠിക്കണം. 5 ട്രാൻസിസ്റ്റർ ECL സർക്യൂട്ട് എന്ന് പറയും. ഗ്രൗണ്ട് മുകളിലാകട്ടെ, ഗ്രൗണ്ട് മുകളിൽ കാണിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് മുകളിൽ അപ്പോൾ ECL സർക്യൂട്ട് എന്ന് പറയും. അപ്പോൾ എന്താണ് ECLൻ്റെ ഫുൾ ഫോം? ECL സർക്യൂട്ട് കേട്ടോ, എന്താണ് ECLൻ്റെ ഫുൾ ഫോം എന്ന് നോക്കുക. ECL സർക്യൂട്ട് ECL ബേസിക് സർക്യൂട്ട് ഈസ് ഷോൺ ദ ഫിഗർ. ECLൻ്റെ ബേസിക് സർക്യൂട്ട് മുകളിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇറ്റ് ഇസ് എ കമ്പൈൻഡ് ഓർ നോട്ട് സർക്യൂട്ട്. ഇറ്റ് ഇസ് എ കമ്പൈൻഡ് ഓർ നോട്ട് സർക്യൂട്ടാണ്. ഓറോ നോട്ടോ, ഓർ നോ സർക്യൂട്ടാണ്. സോ ECL മീൻസ് എമിറ്റർ കപ്പിൾഡ് ലോജിക്. എമിറ്റർ കപ്പിൾഡ് ലോജിക് എന്നാണ് വിളിക്കുന്നത് ECLനെ. എമിറ്റർ കപ്പിൾഡ് ലോജിക് is a BJT-based logic family which is generally considered as the fastest available circuit. അതായത് ലോജിക്കൽ ഫാമിലിയിൽ ഏറ്റവും സ്പീഡ് കൂടുതലുള്ള സർക്യൂട്ടായിട്ടാണ് ECLനെ കരുതുന്നത്. ലോജിക്കൽ സർക്യൂട്ട് നമ്മൾ പഠിച്ചല്ലോ, RTL, DTL, TTL ഒക്കെ പഠിച്ചില്ലേ. അതിലൊക്കെ വെച്ച് ഏറ്റവും സ്പീഡുള്ള സർക്യൂട്ടാണ് ഈ എമിറ്റർ കപ്പിൾഡ് ലോജിക്. ECL achieves its high speed operation by employing a relatively small voltage swing and preventing the transistors from entering the saturation region. ഇപ്പോൾ സാച്ചുറേഷൻ റീജിയനിൽ എത്താതെ, നോൺ സാച്ചുറേറ്റഡ് ആണ്, സാച്ചുറേഷൻ റീജിയൻ എത്താതെ ഓപ്പറേഷൻ നടത്തുന്ന ഒരു സർക്യൂട്ടാണ് ഇത്. ഇൻ ദ ലേറ്റ് 1960s, ഇത് ആവിഷ്കരിച്ച കാലം, ഇത് ലേറ്റ് 1960s, when the standard TTL family offered a 20 nanosecond gate delay, and the CMOS 4000 family had delays 100 nanosecond or more. ECL offered an incredible delay of 1 nanosecond. അതാണ് ഇതിൻ്റെ മേന്മ. ഇതിൻ്റെ ടൈം ഡിലേ വളരെ കുറവാണ്. അതായത് ഈ TTL 20 നാനോസെക്കൻഡ് ഡിലേ, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിലുള്ള ഡിലേ ആണ്. പണ്ടൊക്കെ നമ്മൾ കാൽക്കുലേറ്റർ വാങ്ങിക്കുമ്പോൾ ഒരു വാല്യൂ അടിച്ചു കൊടുത്താൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സമയം എടുക്കും. ഇപ്പോഴത്തെ കാൽക്കുലേറ്റർ അത് ഇല്ല, പെട്ടെന്ന് തന്നെ കാണിക്കും. അതിൻ്റെ കാരണം ടൈം ഡിലേ ഇല്ല. അപ്പോൾ പണ്ട് നമ്മൾ TTL ഉപയോഗിച്ചപ്പോൾ 20 നാനോസെക്കൻഡ് ഡിലേ ഉണ്ട്. ആ CMOS ഫാമിലിയിൽ 100 നാനോസെക്കൻഡ് ഡിലേ ഉണ്ട് ഔട്ട്പുട്ട് വരാൻ. അപ്പോൾ ഇവിടെയാണ് അതില്ല, ഇവിടെ വളരെ കുറച്ചാണ്, 1 നാനോസെക്കൻഡ്. ഇൻപുട്ടിന് ഒപ്പം തന്നെ ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ ഈ ടൈം ഡിലേ വളരെ കുറവുള്ള സർക്യൂട്ടാണ് ECL സർക്യൂട്ട്. ഇൻപുട്ടിന് ഉടൻ തന്നെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. Emitter coupled logic ECL is also referred to as a current mode logic families. കറണ്ട് മോഡ് ലോജിക്കൽ ഫാമിലീസ് എന്ന് പറയും.
ഇറ്റ് ഈസ് എ ഡിജിറ്റൽ ടെക്നോളജി വിത്ത് എക്സ്ട്രീംലി ഹൈ സ്പീഡ്. പറഞ്ഞ കാര്യമാണ്, ഹൈ സ്പീഡുള്ള സർക്യൂട്ട്. ട്രാൻസിസ്റ്റേഴ്സ് ആർ നോട്ട് അലൗഡ് ടു ഗോ ഇൻ ടു ഡീപ്പ് സാച്ചുറേഷൻ, ദസ് എലിമിനേറ്റിംഗ് സ്റ്റോറേജ് ഡിലേസ് ലൈക്ക് ഇൻ TTL ലോജിക് ഫാമിലീസ്. അതായത് സാച്ചുറേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ടൈം ഡിലേ കുറയുന്നത്. ട്രാൻസിസ്റ്റേഴ്സ് ആർ ഡ്രിവൺ ഐദർ ഇൻ കട്ട് ഓഫ് ഓർ ഇൻ ആക്റ്റീവ് റീജിയൻ. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ യൂസിങ് വോൾട്ടേജ് വാല്യൂസ് ക്ലോസ് ടു ഈച്ച് അതർ. വളരെ അടുത്ത വാല്യൂസാണ്, വോൾട്ടേജ് വാല്യൂസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ ലോജിക് 1 ഇറ്റ് ഈസ് -0.99 വോൾട്ട് ആൻഡ് ഫോർ ലോജിക് 0 ഇറ്റ് ഈസ് -1.75 വോൾട്ട്. നെഗറ്റീവ് ലോജിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വോൾട്ടേജ് ഡിഫറൻസ് രണ്ടും തമ്മിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇൻ ദി ആക്റ്റീവ് റീജിയൻ ചാർജ് സ്റ്റോർഡ് ഇൻ ദ ബേസ് റീജിയൻ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഈസ് കെപ്റ്റ് മിനിമം. ബേസിൽ വരുന്ന ചാർജ് വളരെ മിനിമമായിട്ട് കീപ്പ് ചെയ്യും. Difference between these two logic states is very small. This improves the speed of operation at the expense of noise margin. ഇപ്പോൾ നോയ്സ് മാർജിൻ വളരെ കുറച്ചിട്ട് ഇതിൻ്റെ സ്പീഡ് വളരെ കൂട്ടി ഇതിൻ്റെ ഓപ്പറേഷൻ നമുക്ക് കിട്ടും. പ്രൊപ്പഗേഷൻ ടൈം ഫോർ an ECL gate is 0.5 to 2 നാനോസെക്കൻഡ്. അതായത് 1 നാനോസെക്കൻഡ് ഓർഡറാണ് പ്രൊപ്പഗേഷൻ ടൈം, വളരെ കുറവ്. മറ്റേതൊക്കെ 100 അല്ലെങ്കിൽ 20 വരുമല്ലോ. which is very less when compared to its TTL counterpart. ഇപ്പോൾ TTL ലോജിക് ഫാമിലിയേക്കാൾ വളരെ സ്പീഡുള്ള സർക്യൂട്ടാണ് ECL. ബട്ട് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ECL ലോജിക് ഫാമിലീസ് ഈസ് ദാറ്റ് ഇറ്റ് യൂസസ് നെഗറ്റീവ് പവർ സപ്ലൈ സച്ച് ആസ് ദാറ്റ് അറ്റ് ദ ലോജിക്. അപ്പോൾ ലോജിക്കിൽ നെഗറ്റീവ് പവർ അപ്ലൈ നമ്മൾ വായിച്ചില്ലേ, -0.9 വോൾട്ട്, -1.75 വോൾട്ട്. ഇപ്പോൾ ബാറ്ററി തിരിച്ചു കൊടുക്കുക, നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി. ലെവൽസ് ആർ നോട്ട് കമ്പാറ്റബിൾ വിത്ത് എനി അതർ ലോജിക് സർക്യൂട്ട്. അപ്പോൾ ഇതിൻ്റെ ആ വോൾട്ടേജ് പോലെ അല്ല നമ്മൾ മറ്റുള്ളതിനും കൊടുക്കുന്നത്, മറ്റ് ലോജിക്കിൽ കൊടുക്കുക. ആൻഡ് മേക്സ് അനാലിസിസ് ആൻഡ് മെഷർമെൻറ്റ് ഇൻകൺവീനിയൻറ്റ്. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് വരുന്നത് നമുക്ക് അളക്കാനായിട്ട്, കാര്യങ്ങൾക്ക് അളക്കാനായിട്ട്, ഡിവൈസ് അളക്കാനായിട്ട് അല്പം പ്രയാസം ഉളവാക്കുന്നതാണ്. ECL ലോജിക് ഫാമിലീസ് റിക്വയർസ് ലാർജ് കറൻറ്റ്സ്. Therefore, power dissipation is 3 to 10 times higher than that of TTL logic. പവർ കൺസപ്ഷൻ കൂടുതലാണ്. TTLനേക്കാൾ ഒരു 3 മുതൽ 10 മടങ്ങ് വരെ പവർ കൺസംഷൻ ഉണ്ടാകും. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലാർജ് പവർ കൺസംഷൻ ആൻഡ് ഹൈ റിക്വയർമെൻറ്റ് ഓഫ് സിലിക്കൺ ഏരിയ, CMOS logic gates are preferred over ECL logic families in large scale integrated circuits. അപ്പോൾ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ സർക്യൂട്ടിൽ ഇതിനേക്കാൾ ഈ ECLനേക്കാൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന CMOS സർക്യൂട്ടുകളാണ്. അത് കാരണം ഈ ലാർജ് പവർ കൺസപ്ഷൻ പോലെയാണ്. ECLന് ഒരു ലാർജ് പവർ കൺസംഷൻ ഉണ്ട്. അത് ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ LSIയിൽ ഇതങ്ങനെ ഉപയോഗിക്കാറില്ല, പകരം CMOS സർക്യൂട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ECL, എമിറ്റർ കപ്പിൾ ലോജിക്കിൻ്റെ ഫാമിലിയുടെ പ്രത്യേകത. ദ ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻ ECL ഫാമിലി ആർ എന്തൊക്കെയാണ്? പ്രൊപ്പഗേഷൻ ഡിലേ ടൈം പെർ ഗേറ്റ് ഈസ് 1 നാനോസെക്കൻഡ്, മീനിങ് എക്സ്ട്രീംലി ഫാസ്റ്റ് സ്പീഡ്. Power dissipation is 30 milliwatt. Fan out of 50. Fan in of 5. Noise immunity 0.4 വോൾട്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് വളരെ സ്പീഡ് കൂടുതലാണ്, പവർ ഡിസിപ്പേഷൻ ഒരു 30 milliwatt വരും, ഫാൻ ഔട്ട് ഔട്ട്പുട്ട് ടെർമിനൽ 50 കണക്ട് ചെയ്യാം, ഫാൻ ഇൻ 5, നോയ്സ് ഇമ്മ്യൂണിറ്റി 0.4 വോൾട്ട്. ഇതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം: വിത്ത് എ നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് ECL സർക്യൂട്ട്, ഗീവ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ലോജിക്കൽ ഫാമിലി പഠിക്കാം. വിത്ത് ദിസ് 2 days class
ബി കംപ്ലീറ്റ്. താങ്ക് യു.